Hey guys, welcome back to my channel. It's me ഷാനാസ് റെസിപ്പീസ്. അപ്പം എന്തെല്ലാന്ന് എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് സുഖമായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു വ്ളോഗുമായിട്ടാണ്. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഒരു തക്കാരം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. ആദ്യം പെണ്ണും പെണ്ണിൻ്റെ വീട്ടുകാരാണ് ആണിൻ്റെ വീട്ടിലേക്ക് തക്കാരത്തിലേക്ക് വരാം. തക്കാരം എന്ന് പറഞ്ഞാൽ സൽക്കാരത്തിനാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രാവിലെ തന്നെ മൊത്തം കസേരയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള വെൽക്കം ഡ്രിങ്കും കൂടി ആക്കി വെച്ചിട്ടുണ്ട്. ഇളനീർ ജ്യൂസും മുന്തിരി ജ്യൂസുമാണ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്നവരെ ആക്കി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം ബത്തക്കയും പൈനാപ്പിളും പിന്നെ കുറച്ച് പുഡിങ്ങും കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെക്കലാന്ന്. അപ്പോൾ അവർക്കൊക്കെ ഫുഡ് വിളമ്പി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൂൽപുട്ട്, പൊറോട്ട, ചിക്കൻ കറി, ന്യൂഡിൽസ്, അൽസ, ബിരിയാണി അതൊക്കെയായിരുന്നു നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ടേബിളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിക്കുന്നതാണ്. ഫുഡ് കഴിക്കുന്ന വീഡിയോ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല, കുറച്ചായിട്ട് അങ്ങനെ എടുത്തു വെച്ചതായിരുന്നു. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീടൊക്കെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് അപ്പോൾ കുട്ടികളൊക്കെ ബാബിനെ കാണാൻ വേണ്ടി ഇങ്ങനെ കയറിപ്പോക്കാന്ന്. അപ്പോൾ പിന്നെ നമ്മൾ രാത്രി വീട്ടിൽ നിന്ന് ബാക്കി ഫുഡൊക്കെ ഉള്ളതൊക്കെ കഴിച്ച് അങ്ങനെ ഇതാക്കി അഡ്ജസ്റ്റ് ചെയ്യുക ചെയ്തത്. അങ്ങനെ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ ട്രാവലറൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫാമിലീസിനൊക്കെ കൂട്ടിയിട്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോക്കാന്ന്. അതും ഇങ്ങനെ ഇതുപോലെ ഫുഡൊക്കെ തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും. അവളെ അങ്ങ് വീട്ടിലേക്ക് കൊണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഉള്ളത്. നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇത് റൂമാണ്. അപ്പം കുറച്ച് സമയം റൂമിലൊക്കെ കയറി നമ്മളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് നോക്കലാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സൽക്കാര വീഡിയോ ഉള്ളത്. പിന്നെ ഒരു ദിവസം നമ്മൾ വൈകുന്നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഫുഡ് ഫെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നോക്കാൻ ജില്ല അങ്ങനെ വന്നതാണ്. അപ്പോൾ ഉച്ചയ്ക്ക് തുടങ്ങിയ പരിപാടി ആയതുകൊണ്ട് തന്നെ നമ്മൾ പോകുമ്പോഴേക്ക് ഏകദേശം സ്നാക്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വേഗം അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് തിരിച്ച് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവിടെ പിന്നെ മുട്ടിപ്പാട്ടും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കുറേ ആൾ പാട്ടൊക്കെ പാടുന്നത് കണ്ടു. നമ്മുടെ നാടൻ സ്നാക്സായ ഉണ്ണിയപ്പോ പിന്നെ ലൊട്ടക്കച്ച് അതെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു കച്ച് വാങ്ങി കഴിച്ചുകൊണ്ട് തിരിച്ച് പോക്കാന്ന്. തിരിച്ച് പോകാൻ വേണ്ടി കരുതിയിട്ട് ഇങ്ങനെ വണ്ടിയിൽ ഇരുന്നപ്പോൾ നമുക്കൊരു തോന്നി മന്തി കഴിക്കാൻ പോയാലോ എന്ന്. അപ്പോൾ കാക്ക പറഞ്ഞ് ഒരു ഇരിട്ടിയിൽ ഫേമസ് ആയൊരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് മന്തി വാങ്ങി കഴിച്ച് നോക്കണം. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നത് കേട്ടിട്ടുണ്ട്. ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാമെന്നില്ല. അങ്ങനെ നമ്മൾ ബേരൂത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ ഹോട്ടലിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സും ആംബിയൻസും ഒക്കെ സൂപ്പറായിരുന്നു. അപ്പോൾ കുട്ടികൾക്കുള്ള പ്ലേറ്റിൽ വരെ അവരെന്തോ ഒരു സ്പെഷ്യൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മന്തിയും പെരിപ്പരിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. കഴിച്ചിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോക്കാന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.